അപ്പം ഞാൻ കാലിസ്റ്റനിക്സിൽ ആദ്യം പഠിച്ച സ്കില്ല് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൻ്റെ പേരാണ് എൽസിറ്റ്. എൽസിറ്റിൻ്റെ പേരിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു പൊസിഷൻ എല്ല് പോലാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും കുറച്ച് എഫേർട്ട് ഇട്ടാൽ വീട്ടിൽ ഇരുന്ന് തന്നെ ചെയ്യാം. വീട്ടിൽ മുറി മാത്രം മതി, വലിയ സമയവും എടുക്കുമല്ലോ അത് ചെയ്യാൻ. സമയം കിട്ടുമ്പോഴൊക്കെ ഇത് ഇടയ്ക്കിടയ്ക്ക് ചെയ്താൽ മതി. അപ്പോൾ വാ, നമുക്ക് പോയി എൽസിറ്റ് പഠിക്കാം. നമുക്ക് എൽസിറ്റിന് വേണ്ടത് തറ വേണം, കൈ വേണം, വേറെ ഒന്നും വേണ്ട. കുറച്ചുകൂടെ മൂവ്മെൻറ്റ് നന്നായിട്ട് മനസ്സിലാവാൻ ഞാൻ എൻ്റെ ഷർട്ട് ഊരിക്കളയാം. എന്നിട്ട് എൻ്റെ കൈയൊക്കെ എവിടെയാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോക്കിക്കും. ജാതി ബോഡി അല്ലേ. ഞാൻ ആദ്യം ചുമ്മാ ആ പൊസിഷൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. കൈ സ്ട്രൈറ്റ്, ഇതാണ് എൽസിറ്റ്. ഇത് കമ്പാരിറ്റീവ്ലി ഏറ്റവും എളുപ്പം ഇതാണ്. പക്ഷേ ഒന്നും ചെയ്യാതെ ദേഹം അനക്കിയിട്ടേ ഇല്ലാത്ത ഒരാൾക്ക് പാടാണ്. ഇത്ര ചെറുതാണെന്ന് പറഞ്ഞാൽ നമ്മൾ വാമപ്പ് ചെയ്യാതെ തുടങ്ങരുത്. വാമപ്പ് ചെയ്യണം ആദ്യം. വാമപ്പിന് ആദ്യം നമ്മൾ ഇത് ചെയ്താൽ മതി. കാരണം മെയിനായിട്ട് റിസ്റ്റാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ റിസ്റ്റ് വാമപ്പ് ചെയ്യുക. റൊട്ടേറ്റ് ചെയ്താൽ മതി. രണ്ട് പുഷപ്പൊക്കെ എടുത്തോ. ഇതിനി എങ്ങനെ പഠിക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം ചെയ്യേണ്ടത് ചുമ്മാ കാല് രണ്ട് തറ വയ്ക്കുക, ഇത് പൊക്കുക. ഇത് ചെയ്യാൻ പഠിക്കുക ആദ്യം. ഒന്നുമില്ല, എൽബോ സ്ട്രൈറ്റ് ആണെന്ന് ഉറപ്പ് വരുത്തുക. കൈ ഇവിടെ വയ്ക്കുക, ഫുള്ള് തറ പിടിക്കുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇത് ചെയ്യുമ്പോൾ വേറൊരു കാര്യം, ഷോൾഡറും ഡിപ്രസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പൊ ഇങ്ങനെ ഇത്രേ ഉള്ളൂ. പിന്നെ എൽസിറ്റിൽ രണ്ട് കാല് എയറിലായിരിക്കും. അപ്പം നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കാല് എയറിൽ വെച്ചിട്ട് മറ്റേ കാല് തറയിൽ വെക്കുകയാണ് നമ്മൾ. ഇപ്പോൾ ഫസ്റ്റിൽ കഴിയുമ്പോൾ ലെഫ്റ്റ് ലെഗ് എയറിലായിരിക്കും, റൈറ്റ് ലെഗ് തറയിലായിരിക്കും. അപ്പം ഇങ്ങനെ ഒരു 30 സെക്കൻഡ് ടൈമർ വയ്ക്കുക. 30 സെക്കൻഡ് വയ്ക്കുക. കൈ എൽബോ സ്ട്രൈറ്റ്, ഷോൾഡർ ഡിപ്രസ്ഡ്, ടോസ് പോയിന്റ് എടുത്ത് കണ്ടോ. അങ്ങനെ 30 സെക്കൻഡ്. പിന്നെ ആ കാലിൽ താഴെ വയ്ക്കുക, അപ്പുറത്തെ കാല്. ഇത് 30 സെക്കൻഡ്. സമയം കൂട്ടി വരിക. 1 മിനിറ്റ്, 30, 35. ആദ്യമേ 30 പാടാണെങ്കിൽ 10 സെക്കൻഡ്, 15, 20, അങ്ങനെ പയ്യെ ബിൽഡ് ചെയ്ത് വരിക. അപ്പോഴത്തേക്കും കൈക്കും സ്ട്രെങ്ത് വരും, കോറിനും സ്ട്രെങ്ത് വരും, തന്നെ കാല് പൊങ്ങി തുടങ്ങും. ഉറപ്പാണ്. എന്നും ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ട് തന്നെ ഇത് വരും. ഒരു കാര്യം മാത്രം വിചാരിച്ചാൽ മതി, നിങ്ങൾ വിശ്വസിക്കാൻ പറ്റും നിങ്ങളെ കൊണ്ട്. എന്നിട്ട് ചെയ്ത് തുടങ്ങാം, അത്രേ ഉള്ളൂ. അതിനുശേഷം രണ്ട് കാലും എയറിലാകും. ഇത്രേ ഉള്ളൂ മക്കളെ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതാണ് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം പഠിച്ചെടുക്കാൻ പറ്റുന്ന കാലിസ്റ്റനിക്സിലെ ഫസ്റ്റ് സ്കില്ല്. ഇത് പല ആൾക്കാരുടെ വീഡിയോ പോയി കണ്ടോ. എന്തായാലും എൽസിറ്റ് ഓർത്ത് വെച്ചോ. അതാണ് നിങ്ങളെ കാലിസ്റ്റനിക്സിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. അതാണ്. 1000 സബ്സ്ക്രൈബേഴ്സിന്, 1000 ഫോളോവേഴ്സിന് നന്ദി. സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കി പൊട്ടിച്ച ഇതുപോലത്തെ കണ്ടന്റ് കാണാം.